എവിടെയാ? വലിയ കോട്ടകൾ കെട്ടുന്നത് ഭയം കൊണ്ടാണ്. പുറത്തേക്ക് ആര് പോകുന്നുവെന്നല്ല, അകത്തേക്ക് ആര് വരുമെന്ന ഭയം. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഫുട്ബോളിലെ ടോപ്പ് ഗോൾ പോച്ചേഴ്സിന്റെ റാങ്കിങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഒരു കാര്യം ആദ്യം തന്നെ പറയാം, ഈ ഫുട്ബോളിലെ ഗോൾ പോച്ചേഴ്സിനെ നമുക്ക് ഒരിക്കലും റാങ്കിങ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ ഗോൾ പോച്ചേഴ്സിനും അവരുടേതായിട്ടുള്ള അഡ്വാൻറ്റേജസും അതുപോലെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പോൾ ഓരോ പ്ലേയേഴ്സിനും നമുക്ക് ഓരോ കാറ്റഗറിയിലായിട്ട് നമുക്ക് റാങ്കിങ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു പ്ലേയേഴ്സിന് സ്പീഡിലായിരിക്കും ചിലപ്പോൾ എബിലിറ്റി കൂടുതലുണ്ടാവുക, അയാൾക്ക് കിക്കിംഗ് പവർ ചിലപ്പോൾ കുറവായിരിക്കാം, ചിലർക്കും കിക്കിംഗ് പവറിലായിരിക്കും കൂടുതലുണ്ടാവുക, സ്റ്റാറ്റ്സ് കൂടുതൽ കിക്കിംഗ് പവർ വൈസ് ആയാലും കൂടുതലുണ്ടാവുക. അതുപോലെ ചിലർക്ക് ഹെഡിങ് വൈസ് ആയിരിക്കും, ചിലർക്ക് ഒഫൻസീവ് ആക്കാനും. അപ്പോൾ നമുക്ക് ഓരോ പ്ലേയേഴ്സിനും ഓരോ കാറ്റഗറിയിലോട്ട് നമുക്ക് റാങ്കിങ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ പേഴ്സണൽ ചോയ്സ് മാത്രമല്ല നോക്കുന്നത്, അതുപോലെ നമ്മുടെ ഡിവിഷനിലെ റാങ്കിങ് യൂസേഴ്സിന്റെ ടോപ്പ് 100 യൂസേഴ്സിന്റെ ഒക്കെ ഒരുപാട് കഷ്ടപ്പെട്ട് റാങ്കിങ് ലിസ്റ്റ് എടുത്ത് നോക്കി ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 8 കാറ്റഗറിയാണ് ഞാൻ പറഞ്ഞു. അപ്പോൾ 8 കാറ്റഗറി നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് സ്പീഡ് ആൻഡ് അവയർനെസ് ആണ്. അപ്പോൾ സ്പീഡിനും അവയർനെസ്സിനും മുൻതൂക്കം കൊടുത്ത് പെട്ടെന്ന് ബോളിൽ ത്രൂ ബാൾസിലൊക്കെ ഓടിക്കയറി ഗോൾ അടിച്ച് കൂട്ടുന്ന ഗോൾ പോച്ചേഴ്സിനെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിൽ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഈ കാറ്റഗറിയിൽ നമ്മൾ 3rd പ്ലേസ് കൊടുക്കുന്നത് നമ്മളെ കിലിയൻ എംബാപ്പയുടെ ഈ 2 കാർഡുകൾക്കാണ്. ഏകദേശം ഈ 2 കാർഡിൻ്റെ സെയിം സ്റ്റാറ്റ്സ് ആണ്, വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഏതോ 1-2 പോയിന്റ് മാത്രമേ പ്രോഗ്രഷനിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. അപ്പോൾ ഈ എംബാപ്പയുടെ 2 കാർഡും നല്ല അന്യായമായുള്ള സ്റ്റാറ്റ്സും അന്യായ സ്കില്ലും കൊടുത്ത് ഇറക്കിയ കാർഡാണ്. ഒന്നിന് വിൽ പവർ പ്ലസ് ബ്ലിറ്റ്സ് കാർഡ് ആണെങ്കിൽ ഒന്നിന് ഫിനോമിനൽ ഫിനിഷിംഗ് പ്ലസ് ലോ സ്ക്രീമറാണ് കൊടുത്തിട്ടുള്ളത്. ഈ കാർഡ് കളിപ്പിച്ചവർക്ക് അറിയാം ഇതിൻ്റെ പവർ എന്താണെന്നുള്ളത്. അപ്പോൾ 3rd പ്ലേസിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഈ എംബാപ്പയുടെ ഈ ഒരു കാർഡാണ്. ത്രൂ ബോൾസിന് വെറുതെ ഓടിക്കയറി ഡിഫൻഡറിന്റെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ ഓടിക്കയറി ഗോൾ അടിക്കാൻ പറ്റുന്ന ഒരു കാർഡ് തന്നെയാണ് എംബാപ്പയുടെ ഈ കാർഡ്. അപ്പോൾ ഈ കാറ്റഗറിയിൽ നമ്മൾ 2nd പ്ലേസ് കൊടുത്തിട്ടുള്ളത് നമ്മുടെ സാമുവൽ എറ്റോയുടെ ഈ ഒരു ലോ സ്ക്രീമർ കാർഡ് തന്നെയാണ്. അപ്പോൾ സാമുവൽ എറ്റോന്റെ എപ്രാവശ്യം ഈ ഫുട്ബോളിലെ മികച്ച ഒരു കാർഡ് അല്ലെങ്കിൽ ടോപ്പ് റാങ്ക് ടോപ്പ് 1 കാർഡ് എന്ന് നമ്മൾ ഗോൾ പോച്ചറിൽ വിശേഷിക്കാൻ പറ്റിയ ഒരു കാർഡ് തന്നെയാണ് എറ്റോയുടെ ഈ കാർഡ്. എറ്റോ എന്ന് പറഞ്ഞാൽ ഗോൾ പോച്ചറിൻ്റെ ഉത്തമ മറുപടി എന്ന് പറഞ്ഞാൽ ഈ എറ്റോയുടെ കാർഡാണ്. കാരണം ഒരു ഗോൾ പോച്ചർ എന്നതിൻ്റെ കറക്റ്റ് ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ സാമുവൽ എറ്റോ തന്നെ ആയിരിക്കും. അപ്പോൾ എറ്റോനെ കളിപ്പിച്ചവർക്ക് അറിയാം എറ്റോൻ്റെ ലെവൽ എന്താണെന്നും അത് എങ്ങനെയാണ് മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരിക എന്നുള്ളതൊക്കെ അറിയാം. അപ്പോൾ എറ്റോ എന്ന് പറഞ്ഞാൽ അത്രയും ഒരു പവർഫുൾ, ഇപ്പോൾ ഈ കാർഡിലാകുമ്പോൾ കിക്കിംഗ് പവർ കുറച്ചുകൂടി ഇൻക്രീസ് ചെയ്ത് വന്ന കാർഡാണ്. അപ്പോൾ നല്ല അടിച്ച് കീറാൻ പറ്റിയ സ്കില്ല് കൂടി കൊടുത്തിട്ടാണ് ഈ കാർഡ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ 2nd പ്ലേസിൽ വരുന്നത് ഈ സാമുവൽ എറ്റോയുടെ ഈ കാർഡ് തന്നെയാണ്. ഫസ്റ്റ് പ്ലേസിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ഉസ്മാൻ ഡെമ്പലയുടെ ഈ ബിഗ് ടൈം കാർഡാണ്. ഈ കാർഡ് വന്നപ്പോഴുള്ള പെർഫോമൻസ് അല്ല ഇപ്പോൾ തരുന്നത്. ഇപ്പോൾ ഗ്ലിച്ച് കാർഡ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയ അത്രയും ഒഫൻസീവും ക്രിയേറ്റിങ്ങും അതുപോലെ സ്പീഡും അന്യായമായ ഫിനിഷിങ്ങും കാര്യങ്ങളുള്ള ഒരു കാർഡ് തന്നെയാണ് ഈ ഉസ്മാൻ ഡെമ്പലയുടെ ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞത്. അത്രയും ഗ്ലിച്ച് ഫിനിഷിങ്, അത്രയും ഒരു രക്ഷയില്ലാത്ത കാർഡ്. ഇപ്പോൾ നമ്മൾ ഒരു ഡിവിഷൻ റാങ്ക് ഒപ്പോണൻസിൻ്റെ 1 to 10 നോക്കിയാലും എല്ലാവരും സ്ക്വാഡിലും ഉൾപ്പെട്ടിരിക്കുന്ന ഒരു കാർഡ് തന്നെയാണ് ഈ ഡെമ്പലയുടെ ഈ കാർഡ് എന്ന് പറയുന്നത്. ഏറ്റവുമേക്കാൾ അധികം ആൾക്കാർ ഇപ്പോൾ ഫ്ലെക്സിബിലിറ്റി ആണെങ്കിലും നല്ല പക്ക ഗോൾ പോച്ചർ, പക്ക ഫിനിഷിങ്ങിലെ കാർഡ് തന്നെയാണ് ഉസ്മാൻ ഡെമ്പലയുടെ ഈ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ റാങ്കിങ് ലിസ്റ്റിൽ നമ്മൾ ടോപ്പ് 3 ആണ് നമ്മൾ ഈ സ്പീഡ് ആൻഡ് അവയർനെസ്സിൽ എടുത്തത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഡെമ്പലയാണ്, 2nd വരുന്നത് സാമുവൽ എറ്റോ ആണ്, 3rd വരുന്നത് നമ്മുടെ എംബാപ്പയുടെ കാർഡാണ്. 2nd കാറ്റഗറി എന്ന് പറയുന്നത് ബാൾ കൺട്രോൾ പ്ലസ് ട്രിബിളിംഗ് ആണ്. അപ്പോൾ നമ്മുടെ ബാൾ ഹോൾഡ് ചെയ്ത് കളിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു കാറ്റഗറിയാണിത്. അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനും അതുപോലെ റാങ്കിങ് പ്ലേയേഴ്സിൻ്റെ ഒപ്പീനിയനൊക്കെ നോക്കി സെലക്ട് ചെയ്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാറ്റാം, നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ വേറെ ആയിരിക്കും. ഞാൻ എൻ്റെ പേഴ്സണൽ അഭിപ്രായം കൂടി നോക്കിയിട്ടാണ് ഈ റാങ്കിങ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ കാറ്റഗറിയിൽ വരുന്നതിൽ 3ാം സ്ഥാനം ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ജൂലിയൻ അൽവാറസിൻ്റെ ഷോർട്ട് ടൈം കാർഡിനാണ്. ഈ കാർഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന് അത്യാവശ്യം നല്ല ബാൾ കൺട്രോൾ കിട്ടുന്നുണ്ട്. പിന്നെ ഇൻ ഗെയിം തന്നെ അൽവാറസ് നല്ല ബാൾ ഹോൾഡ് ചെയ്ത് കളിക്കുന്ന ഒരു ടൈപ്പാണ്. ആ ഗോൾ പോച്ചർ മൂവ്മെൻറ്റ് അല്ലാതെ ഒന്ന് ഇറങ്ങി നിന്ന് ഡീപ് പ്ലേയിങ് ഫോർവേഡൊക്കെ കളിക്കുന്ന മാതിരിയാണ് അൽവാറസ് കളിക്കാറ്. അതുപോലെ നല്ല സ്കില്ലും ഈ കാർഡിന് കൊടുത്തിട്ടുണ്ട്, ലോ സ്ക്രീമർ സ്കില്ലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ 3ാമത്തെ പ്ലെയർ എന്ന് പറയുന്നത് ഈ ലിസ്റ്റിൽ ജൂലിയൻ അൽവാറസ് ആണ്. അപ്പോൾ 2nd പ്ലെയർ ആരെന്ന് നോക്കിയാൽ നമ്മുടെ ഡെൽ പേരോന്റെ ഗോൾ പോച്ചർ കാർഡാണ്. മിക്കവാറും ഡെൽ പേരോ വരാറുള്ളത് AMF ആയിട്ടോ വല്ല
ഹോൾ പ്ലെയറോ പ്ലേ മേക്കറൊക്കെ ആയിട്ടാണ് ഡെൽപെയർ വരാല്. ഇപ്പോൾ ഇതിന് മുമ്പുള്ള കാർഡൊക്കെ ഫോക്സ് ഇൻ ദ ബോക്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡെൽപെയറിന്റെ ഒരു ഗോൾ പോസ്റ്റർ കാർഡ് ആദ്യമായിട്ടാണ് കൊനാമി കൊണ്ടുവരുന്നത്. ഈ കാർഡിന്റെ സ്കില്ല് ബ്ലിറ്റ്സ് കേളാണ്. അത്യാവശ്യം 100 അബോ കേളൊക്കെ പോവും ഈ കാർഡിന്. അപ്പോൾ ഇതിന്റെ ട്രിബിളിങ് അന്യായ ട്രിബിളിങ് സ്റ്റാറ്റ്സ് ആണ് ഈ കാർഡിന് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത്രക്കും ട്രിബിളിങ് ക്വാളിറ്റി തരുന്ന ഒരു കാർഡാണ് ഈ ഗോൾ പോച്ചർ ഡെൽപെയറുടെ കാർഡ്. അപ്പോൾ ഇത് എംബാപ്പയുടെ ഏറ്റവും ഒക്കെ പോലെ ത്രൂ ബോൾ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ഓടുന്ന ഒരു കാർഡല്ല. അപ്പോൾ ബാൾ പിടിച്ചു വെച്ച് ഒന്ന് ഹോൾഡ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന യൂസേഴ്സിന് കളിപ്പിക്കാൻ പറ്റുന്ന ഒരു കാർഡാണ് ഡെൽപെയറുടെ ഈ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ ലിസ്റ്റിലെ ഫസ്റ്റ് പ്ലെയർ എന്ന് പറയുന്നത് ലൂയിസ് സുവാരസിന്റെ മൊമെന്റം ഡ്രിബ്ലിംഗ് പ്ലസ് ലോ സ്ട്രീമർ അടങ്ങുന്ന ലിവർപൂളിന്റെ കാർഡാണ്. ഇപ്രാവശ്യം കൊടുന്ന നല്ലൊരു സുവാരസിന്റെ കാർഡ് തന്നെയാണിത്. അത്യാവശ്യം നല്ല ടോപ്പ് യൂസേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതും നല്ല കൺസിസ്റ്റന്റ് പെർഫോമൻസ് തരുന്ന ഒരു കാർഡ് കൂടിയാണ് സുവാരസിന്റെ ഈ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നല്ല ബാൾ കൺട്രോൾ, പിന്നെ മൊമെന്റ് ഡ്രിബ്ലിംഗ് സ്കില്ല് ഉണ്ടായിക്കൊണ്ട് പെനാൾട്ടി ബോക്സിൽ നിന്നൊക്കെ സുഖത്തിൽ നമുക്ക് ബാൾ ഹോൾഡ് ചെയ്ത് വെച്ച് ലോ സ്ക്രീമറൊക്കെ അടിച്ച് കയറ്റാൻ പറ്റിയ നല്ലൊരു ഫ്ലെക്സിബിലിറ്റി ഇല്ലേ നല്ല കാർഡാണ്. സുവാരസിന്റെ മിക്ക കാർഡിനും ഇപ്പോൾ ബിഗ് ടൈം കാർഡ് ആയാലും നല്ല ഫ്ലെക്സിബിലിറ്റിയും നല്ല ആക്സലറേഷൻ ഒക്കെ ഉള്ള കാർഡാണ്. അപ്പോൾ ഈ കാർഡിന് നല്ല ട്രിബിളിംഗ് ക്വാളിറ്റി ഉണ്ട്. ഇൻ ഗെയിമിൽ നല്ല പെർഫോമൻസും കിട്ടുന്ന ഒരു കാർഡ് തന്നെയാണ്. അപ്പോൾ ഈ ലിസ്റ്റിലെ ഒന്നാമത്തെ സ്ഥാനം ഞാൻ കൊടുത്തിട്ടുള്ളത് സുവാരസിന്റെ ഈ കാർഡ് തന്നെയാണ്. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഷൂട്ടിംഗ് ആണ്. ഷൂട്ടിങ്ങിൽ എനിക്ക് അത്ര പറയാനായിട്ട് വേറെ ആരുമില്ല, ഒരൊറ്റ കാർഡേ ഉള്ളൂ. അത് നമ്മുടെ ഫോർലാൻഡിൻ്റെ കാർഡാണ്. ഫോർലാൻഡിൻ്റെ ഗോൾ പോസ്റ്റർ കാർഡ് ഇപ്രാവശ്യം വന്നത് കാർഡ് ഫിനോമിനൽ ഫിനിഷിംഗ് അധികം വരുന്നത്. അധികം ഫോർലാൻഡ് കാർഡിന് ഫിനോമിനൽ ഫിനിഷിംഗ് വരാറില്ല, പക്ഷേ ഈ കാർഡിന് ഫിനോമിനൽ ഫിനിഷിംഗ് വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡേഞ്ചർ കാർഡാണ്. പോസ്റ്റൊക്കെ ഒന്ന് ഒരു വെടിയുണ്ട വിട്ട് കഴിഞ്ഞാൽ അത് ഗോളാണ്, ഷുവർ ഗോളാണ്. അതുപോലെ വല്ല ചാൻസ് ഒന്നും ഇത്രയും കിക്കിംഗ് പവർ അന്യായ കിക്കിംഗ് പവർ കൊടുത്ത് കൊണ്ടുവരുന്ന കാർഡാണ് ഈ ഫോർലാൻഡിൻ്റെ കാർഡ് എന്ന് പറയുന്നത്. ഇടയ്ക്ക് വെർഫായി പോകാറുണ്ടെങ്കിലും പക്ഷേ നല്ലൊരു കാർഡാണ്. ഒരു ഓപ്പൺ പോസ്റ്റ് കിട്ടിയാൽ ഫിനിഷ് ചെയ്യാൻ കഴിയുന്ന ഒരു അത്രയും ഗ്ലിച്ച് കിക്കിംഗ് പവറുള്ളൊരു കാർഡാണ്. ഇപ്പോൾ എനിക്ക് ബാറ്റിസ്റ്റൂട്ടയുടെ കാർഡാണ് പിന്നെ ഇതിന് കമ്പയർ ചെയ്യാനൊരു തോന്നിയിട്ടുള്ളത്. പക്ഷേ ഫോർലാൻഡിൻ്റെ കാർഡ് എന്ന് പറഞ്ഞാൽ അത്രയും കിക്കിംഗ് പവറുള്ള ഡേഞ്ചർ കാർഡാണ്. അപ്പോൾ നമ്മുടെ അടുത്ത കാറ്റഗറി ഫിസിക്കൽ കോണ്ടാക്ട് ആൻഡ് ഫിസിക്കാണ്. അപ്പോൾ നമ്മുടെ ബോഡി വെച്ച് ഉന്തി തള്ളി കളിക്കുന്ന കുറച്ച് ടൈപ്പ്, ബാളിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിന്ന് കുറച്ച് ബൾക്കി ആയിട്ട് ഉന്തി കയറി സ്പീഡിലൊന്നും ഓടി കയറാതെ കളിക്കുന്ന ഒരു കാർഡാണ്. അപ്പോൾ ഞാൻ ഗെയിമിൽ ടോപ്പായി നിൽക്കുന്ന 2 കാർഡ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ സെക്കൻഡ് റാങ്ക് കൊടുക്കുന്നത് നമ്മുടെ വാൻ ബാസ്റ്റന്റെ ഇത്തവണ വന്ന ഗോൾ പോച്ചർ കാർഡാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഫിനിഷിങ്ങും 97 ലെവൽ ഫിനിഷിങ്ങും പോകുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ഫിനിഷിങ്, ഹെഡിങ്, ഫിസിക്കൽ കോണ്ടാക്ട് പരമായി വാൻ ബാസ്റ്റന്റെ കളിക്ക് പറ്റിയ ഒരു കളി എനിക്ക് അത്ര OP കാർഡെന്ന് തോന്നിയിട്ടില്ല. ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു കാർഡാണ് വാൻ ബാസ്റ്റന്. എല്ലാവർക്കും സെറ്റ് ആവാൻ സാധ്യത ഇല്ലാത്തൊരു കാറ്റഗറിയാണ് ഇത്. അധികം ആൾക്കാരും മൂവ്മെന്റ് എടുത്ത് കളിക്കുന്നതാണ്. ഇപ്പോൾ അധികം ആളും ഞാൻ ഈ യൂസിനെ കണ്ടിട്ടില്ല. അപ്പോൾ വാൻ ബാസ്റ്റന്റെ കാർഡാണ് ഞാൻ ഇതിൽ സെക്കൻഡ് റാങ്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് റാങ്കിങ് ഞാൻ കൊടുത്തിട്ടുള്ളത് നമ്മുടെ ബാറ്റിസ്റ്റൂട്ടയുടെ ഈ ഒരു കാർഡാണ്. ഈ കാർഡ് നമുക്ക് ഫ്രീ ആയി തന്ന ഒരു കാർഡ് കൂടിയാണ്. ഇതിന്റെ ലെവല് പിന്നെ കളിപ്പിച്ച എല്ലാവർക്കും അറിയാം, ഡിവിഷൻ കളിക്കുന്നവർക്കും അറിയാം. തലവേദന ഉള്ളതൊരു കാർഡാണ്. അത്രയും ഡേഞ്ചർ കിക്കിംഗ് പവറും അത്രയും ഫിസിക്കൽ ബോഡി ഉന്തി തള്ളി കയറി പോകും ഇയാൾ. അപ്പോൾ അത്രയും ഡേഞ്ചർ കാർഡാണ്. ഫ്രീ ആയി തന്നതും ഇതിനു മുമ്പ് പെയ്ഡായി വന്ന കാർഡ് കൂടിയാണ്. അപ്പോൾ ഇതൊരു ഡേഞ്ചർ കാർഡാണ്. ഇത് ഉള്ളവരാരും ഇതിന് നെർഫ് ചെയ്യാത്ത കാർഡ് കൂടിയാണ്. അത്രയും അന്യായ മൂവ്മെന്റും കിക്കിംഗ് പവറും ഫിനിഷിംഗും ഒക്കെ ഉള്ള കാർഡാണ്. ഹെഡിങ്ങും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കാർഡാണ് ഈ ബാറ്റിസ്റ്റൂട്ട കാർഡ്. അപ്പോൾ ഈ കാറ്റഗറിയിൽ ഞാൻ ലിസ്റ്റ്, അപ്പോൾ ഈ കാറ്റഗറിയിൽ ഞാൻ 2 പ്ലെയറെ സെലക്ട് ചെയ്തിട്ടുള്ളൂ. ഒന്ന് വാൻ ബാസ്റ്റണും അതുപോലെ ഫസ്റ്റ് റാങ്കിൽ കൊടുത്തുള്ള നമ്മുടെ ബാറ്റിസ്റ്റൂട്ടയുടെ ഈ ഒരു ഫ്രീ കാർഡ് കൂടി. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് സൂപ്പർ സബ്ബാണ്. സൂപ്പർ സബ് എല്ലാ സ്ട്രൈക്കറും അങ്ങനെ സൂപ്പർ സബിൽ ക്ലിക്ക് ആവണമെന്നില്ല. അപ്പോൾ പെട്ടെന്ന് സൂപ്പർ സബിൽ വർക്കാവാൻ പറ്റിയ 2 കാർഡാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിലും 2 കാർഡ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അതിൽ നമ്മളെ 2ാം സ്ഥാനം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അടുത്ത് റിലീസായ ഇൻസാഗിയുടെ ഈ അറ്റാക്ക് സെർജ് ചെയ്യുന്ന സ്കില്ല് ഉൾപ്പെടുത്തി വെച്ച ഈ കാർഡാണ്. 103ഓളം അവയർനെസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ്. ഇൻസാഗിയുടെ എല്ലാ കാർഡും അത്യാവശ്യം സൂപ്പർ സബ് സ്കില്ല് വെച്ച് വരുന്ന കാർഡാണ്. അപ്പോൾ ഇൻസാഗി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഓവർ കിക്കിംഗ് പറഞ്ഞല്ലോ, ഓഫൻസീവ് ഓടിക്കയറുക, വെറുതെ ഓടിക്കയറി ഗോൾ അടിച്ച് കൂട്ടുക എന്നുള്ളൊരു ഇതാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഇറക്കിയാൽ ഇയാളെ കൊണ്ട് യൂസ് ഉണ്ടാവുള്ളൂ. ഫസ്റ്റ് ഹാഫ് അധികം ആരും ഇറക്കുന്ന കണ്ടിട്ടില്ല. അപ്പോൾ അത്യാവശ്യം നല്ലൊരു കാർഡാണ് ഇൻസാഗിയുടെ ഈ കാർഡ് എന്ന് പറയുന്നത്. സൂപ്പർ സബായിട്ട് സെക്കൻഡ് ഹാഫ് ഇറക്കി ഗോൾ ഇടാൻ പറ്റിയ ഒരു കാർഡാണ്. അപ്പോൾ ഈ ലിസ്റ്റിൽ നമ്മൾ ഫസ്റ്റ് റാങ്ക് കൊടുത്തിട്ടുള്ളത് നമ്മുടെ മൈക്കിൾ ഓവന്റെ കാർഡാണ്. ഇത് എല്ലാവർക്കും അറിയാം, ഇതിന്റെ ഫ്രീ കാർഡും പെയ്ഡ് കാർഡൊക്കെ സെക്കൻഡ് ഹാഫ് ഇറക്കിയോ അത്രയും ഡേഞ്ചറസ്റ്റ് കാർഡ് വേറെ കാർഡ് ഒന്നും ഉണ്ടാവില്ല. ഈ കാർഡ് ഈ ഫുട്ബോളിലെ ഏറ്റവും ഡേഞ്ചർ സൂപ്പർ സബ് ആയിട്ടുള്ള കാർഡാണ്. അത്രയും എബിലിറ്റിയാണ്. കിക്കിംഗ് പവർ ആണെങ്കിലും ഫിനിഷിംഗ് ആണെങ്കിലും ഒഫൻസീവ് ആണെങ്കിലും അത്രയും ഡേഞ്ചർ കാർഡാണ് ഈ മൈക്കിൾ ഓവൻ്റെ ഈ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ F2P കാർഡ് കൂടി ഉണ്ട്, നമുക്ക് ബാറ്റിസ്റ്റൂട്ടർ കൂടി ഫ്രീ ആക്കുന്നത്. അതും ഇതുപോലെ ഡേഞ്ചർ കാർഡ് തന്നെയാണ്. അപ്പോൾ സൂപ്പർ സബ് മേഖലയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് സൈൻ ചെയ്യേണ്ട ഒരു കാർഡ് ഈ ഓവൻ്റെ കാർഡായിരിക്കും. അപ്പോൾ ഈ കാറ്റഗറിയിൽ ഏറ്റവും ഡേഞ്ചർ കാർഡ് ഓവൻ്റെ ഈ കാർഡ് തന്നെയാണ്. അപ്പോൾ ഈ ലിസ്റ്റിലെ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത്
നമ്മുടെ ആറാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഗ്ലിച്ച് കാർഡാണ്. അപ്പോൾ ഗ്ലിച്ച് കാർഡിൽ ഞാൻ 2 കാർഡേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അത്രയും ഗ്ലിച്ചായി കിടക്കണ ഈ ഫുട്ബോളിലെ 2 കാർഡേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. എല്ലാ മേഖലയിലും ഗ്ലിച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തമ മറുപടി ആയിട്ട് 2 കാർഡേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ 2ാം സ്ഥാനം കൊടുത്തിട്ടുള്ളത് ഷെവ്ചെങ്കോയുടെ കാർഡിനാണ്. അപ്പോൾ ഷെവ്ചെങ്കോയുടെ ഇപ്രാവശ്യം വന്ന കാർഡ് അത്രയും ഗ്ലിച്ച് കാർഡാണ്. ഇപ്രാവശ്യം എന്നല്ല, ഇതിന് മുമ്പ് വന്ന കാർഡൊക്കെ അത്രയും ഗ്ലിച്ചാണ്. കളിപ്പിച്ചവർക്കറിയാം അതിൻ്റെ പെർഫോമൻസ് എന്താണെന്നുള്ളത്. അത്രയും ഡേഞ്ചറസ് കാർഡ്, എല്ലാ മേഖലയിലും പെർഫോമൻസ് തരാൻ പാടും. ഇപ്പോൾ ഈവൻ ഈ ഫ്രീ തന്ന ഡെയിലി ഗെയിം കാർഡ് പോലും അത്രയും ഡേഞ്ചർ കാർഡാണ്. എനിക്ക് നല്ല പേഴ്സണലി ഇഷ്ടപ്പെട്ട കാർഡാണ്. ഞാൻ എപ്പോൾ കറക്കിയാലും എനിക്ക് കിട്ടാതെ പോകുന്നൊരു കാർഡ് കൂടിയാണ് ഈ ഷെവ്ചെങ്കോയുടെ ഒരു കാർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ആയിട്ട് ഈ ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത് നമ്മുടെ റൂമിനിങ്ങിൻ്റെ കാർഡാണ്. റൂമിനിങ് എന്ന് പറയുന്നത് ഈ ഫുട്ബോളിലും എപ്പോഴും വരുമ്പോൾ നല്ല ഗ്ലിച്ചും ആ കാർഡിൻ്റെ പെർഫോമൻസ് കുറയാതെ എപ്പോഴും നിലനിന്ന് പോകുന്ന ഒരു കാർഡാണ് റൂമിനിങ്ങിൻ്റെ കാർഡ്. ഏത് മേഖലയാണ്, ഈ ഹെഡിങ് ആണ്, കിക്കിംഗ് പവർ ആണെങ്കിലും ഒഫൻസും സ്പീഡും ഡ്രിബിളിങ്ങും കാറ്റഗറിയും എല്ലാ മേഖലയിലും ഫിസിക്കൽ കോണ്ടാക്ട് വരെ അത്രയും ഡേഞ്ചർ സ്റ്റാറ്റ്സും അത്രയും പെർഫോമൻസ് ചെയ്യുന്ന ഒരു കാർഡ് റൂമിനിങ്ങിൻ്റെ ഒരു കാർഡ്. ഈ ലിസ്റ്റ് ചെയ്യാം. സെക്കൻഡ് ആയിട്ട് കൊടുത്തുള്ളത് ഷെവ്ചെങ്കോനെയും അതുപോലെ ഫസ്റ്റ് ആയിട്ട് കൊടുത്തുള്ളത് റൂമിനിങ്ങിനെയാണ്. അപ്പോൾ നമ്മുടെ അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ആവറേജ് ആണ്. ആവറേജ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാ കാർഡും വന്നപ്പോൾ ഉള്ള പെർഫോമൻസ് ആവില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് 2 വീക്കോ അല്ലെങ്കിൽ ഫസ്റ്റ് മന്തോ കളിക്കുന്ന പെർഫോമൻസ് പിന്നെ അങ്ങോട്ട് തരണമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ടൈപ്പ് കാർഡാണ് ഞാൻ ആവറേജ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ആവറേജ് ടൈപ്പ് കാർഡ് അത്യാവശ്യം കുഴപ്പമില്ല, ചില നേരത്ത് ഭയങ്കര പെർഫോമൻസും ചില കളി തീരെ പോരായ്മകളുള്ള കാർഡൊക്കെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ നമ്പർ 3 ആയിട്ട് കൊടുത്തിട്ടുള്ളത് അലസാൻഡ്രോ പാറ്റോയുടെ ഇപ്പോൾ അടുത്ത് റിലീസായ പുതിയ ലെജൻഡായി കൊടുക്കുന്ന അലസാൻഡ്രോ പാറ്റോയുടെ കാർഡാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൈക്കിൾ ഓവൻ്റെ ഒക്കെ രീതിയിലൊക്കെ കളിക്കുന്ന ഒരു കാർഡ്. ഓവർ ഗ്ലിച്ചും അല്ല, ഓവർ OP അല്ല. ഒരു ആവറേജ് കാർഡ് എന്ന നിലയ്ക്ക് ഞാൻ ഈ 3ാം സ്ഥാനത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് അലസാൻഡ്രോ പാറ്റോയുടെ ഈ കാർഡാണ്. അപ്പോൾ നമ്മുടെ ലിസ്റ്റിലെ സെക്കൻഡ് പ്ലെയർ ആയിരുന്നു നോക്കിയാൽ ഓബമേഗൻ്റെ ഈ കാർഡാണ്. അപ്പോൾ അത്യാവശ്യം എനിക്കിതൊരു ആവറേജ് ആയിട്ടും തോന്നലുണ്ട്, ഇടയ്ക്ക് നല്ല ഗ്ലിച്ചായിട്ടും തോന്നലുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണലി ഉള്ളൊരു കാർഡാണ്. അത്യാവശ്യം നല്ലൊരു കാർഡ് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ ലിസ്റ്റിലെ സെക്കൻഡ് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല കാർഡാണ്. ആദ്യമായിട്ട് വരുന്നൊരു നമ്മൾ പെസ്റ്റിലൊക്കെ ഗ്ലിച്ചായി കടന്ന കാർഡാണ്. അപ്പോൾ ഈ ഫുട്ബോൾ ആദ്യമായിട്ട് കൊനാമി കൊടുണ്ടൊരു എപ്പി കാർഡാണ്. ഇതിന് മുമ്പൊരു ഡിവിഷനിൽ നമുക്കൊരു ഷോർട്ട് ടൈം കാർഡ് തന്നിട്ടുണ്ട്. അത് ഇത്ര ഒരു പെർഫോമൻസ് ഇല്ല, പക്ഷേ ഈ കാർഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡാണ്. അപ്പോൾ ഈ ലിസ്റ്റിൽ ഞാൻ ഫസ്റ്റ് സ്ഥാനം കൊടുത്തിട്ടുള്ളത് നമ്മുടെ റൊമാരിയോയുടെ ഗോൾ പോച്ചർ കാർഡാണ്. ഇപ്പോൾ റൊമാരിയോ ഇതുവരെയായിട്ട് ഗോൾ പോച്ചറാണ് വരാറില്ല. അപ്പോൾ ഈ ഫുട്ബോളിൽ ഇപ്പോൾ കുറച്ച് ഡേയ്സ് ആയിട്ടുള്ളൂ. ഇപ്പോൾ ഒരു 1-2 കാർഡൊക്കെ ആയിട്ടുള്ള ഗോൾ പോച്ചറായി കൊടുത്തിട്ടുള്ളത്. ഇതിന് മുമ്പ് ഫോക്സ് ഇൻ ദ ബോക്സ് ആണ് റൊമാരിയോ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റൊമാരിയോയുടെ കാർഡ് എന്ന് പറഞ്ഞാൽ വന്ന കുറച്ച് ടൈമിൽ ഭയങ്കര പെർഫോമൻസ് ആയിരിക്കും. ഇപ്പോൾ പുതിയ റൊമാരിയോയുടെ കാർഡ് റിലീസ് ആയിട്ടുണ്ട്. അപ്പോൾ വന്ന് കഴിഞ്ഞുള്ള പെർഫോമൻസ് അത് കുറച്ച് കഴിഞ്ഞാൽ ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാൽ കാർഡോ എല്ലാ കാർഡും റൊമാരിയോയുടെ നെർഫായി പോകാറുണ്ട്. അപ്പോൾ കുറച്ച് ഡേ കാണലുണ്ട്. പിന്നെ ഡിവിഷനിലൊന്നും വല്ലാതെ കാണാത്തൊരു പ്ലെയറാണ് റൊമാരിയോയുടെ കാർഡ്. അപ്പോൾ പെട്ടെന്ന് നെർഫായി പോകാൻ സാധ്യതയുള്ളൊരു കാർഡ് കൂടിയാണ്. ഇപ്പോൾ ഇനി വന്ന കാർഡ് എങ്ങനെയാണെന്ന് അറിയില്ല. ഇതുവരെ വന്നതൊക്കെ നെർഫായി പോകാൻ സാധ്യത കൂടുതൽ. ഇപ്പോൾ റൊമാരിയോയുടെ എല്ലാ കാർഡും നെർഫായി പോകാറുണ്ട്. എനിക്ക് പേഴ്സണലി തോന്നിയൊരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ റൊമാരിയോയുടെ എല്ലാ കാർഡും അത്യാവശ്യം നല്ല കാർഡാണ്, പക്ഷെ അത് കുറച്ച് കഴിഞ്ഞാൽ അത് നെർഫായി പോകാറുണ്ട്. അപ്പോൾ ലാസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് നമ്മുടെ ഓൾറൗണ്ടറാണ്. ഓൾറൗണ്ടർ എന്ന് ഉദ്ദേശിക്കുന്നത് ഞാൻ ഇതുവരെ പറഞ്ഞ 7 കാറ്റഗറിയും കൂടി എല്ലാതും പാടെ വന്ന ഒരു പ്ലെയറെ കുറിച്ചാണ്. കഴിഞ്ഞ പ്രാവശ്യം റിലീസായ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ബിഗ് ടൈം കാർഡാണ്. ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലെ എല്ലാ മേഖലയിലും ഉൾപ്പെടാൻ പറ്റുന്ന ഒരു കാർഡാണ് ഈ ക്രിസ്ത്യാനോയുടെ കാർഡ്. അത്രയും ഡേഞ്ചറസ്റ്റ് കാർഡ്, അത്രയും ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ അത്രയും ഡേഞ്ചർ കാർഡാണ് ക്രിസ്ത്യാനോയുടെ ഈ ഒരു കാർഡ് എന്ന് പറഞ്ഞാൽ. എല്ലാ മേഖലയിലും പെർഫോമൻസ് ചെയ്യാൻ പറ്റുന്നതാവും. ഈവൻ 40 വയസ്സായ കാർഡ് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ പെർഫോമൻസ് വന്നപ്പോൾ ഉള്ള പെർഫോമൻസ് അല്ല, ഇപ്പോഴും മിക്കവാറും യൂസേഴ്സും ഉപയോഗിക്കുന്ന കാർഡാണ്. അത്രയും ഗ്ലിച്ച് ഹെഡിങ് പവറും അത്രയും കിക്കിംഗ് പവറും ഫിനിഷിംഗ് ഉള്ള ഒരു കാർഡാണ്. ഈ ഫുട്ബോളിലെ ഇപ്രാവശ്യം ഓൾറൗണ്ടർ കാർഡ് എന്ന് പറയാൻ ക്രിസ്ത്യാനോനെ കഴിയാതെ വേറെ ആരും പറയാൻ ഒരു ചാൻസും ഇല്ല. ഓൾറൗണ്ടർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഈ കാർഡ് തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ റാങ്കിങ്. അപ്പോൾ നമ്മുടെ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൂടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.